നമസ്കാരം. സഹഹാര റേസ് പ്ലസിൻ്റെ ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കേരള ഹിസ്റ്ററി പഠിക്കുകയാണ്. കേരള ഹിസ്റ്ററിയിൽ നാഷണൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. കുറേ കാര്യങ്ങളെന്ന് പറയുമ്പോൾ പഠിക്കാൻ കുറേ കാര്യങ്ങൾ എന്നല്ല, കുറേ വലിയൊരു കാലഘട്ടം വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോവാണ്. ക്ലാസ്സിലേക്ക് പോവാണ്. അതിൽ നമ്മൾ ആദ്യം സ്ഥിരം പരിചയപ്പെടുന്നത് പോലെ എന്ത് ചെയ്യുന്നു, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പോവാണ്. നോക്കാം, പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ്. കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു. കേരള സിംഹം എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. ഇത്രയാണ് നമ്മൾ കേട്ട സ്റ്റേറ്റ്മെന്റ്. ഓക്കെയാണ്. ആൻസേഴ്സ് നമുക്ക് പിന്നെ പറയാം കേട്ടോ. അടുത്തത്, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം മലബാർ കലാപം, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പൂക്കോട്ടൂർ കലാപം എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നികുതി പിരിവിനെ സഹായിക്കാൻ കമ്പോളങ്ങളിൽ പട്ടാളക്കാരെ നിയോഗിച്ചു. കുറുമ്രനാട് രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകി. ടിപ്പു സുൽത്താൻ്റെ പതനം. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. ആ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങ് കലാപത്തിനെ കുറിച്ചാണ്. നല്ല ചോദ്യമാണ്. അഞ്ചുതെങ്ങ് കലാപം ഉണ്ടായത് ഏത് വർഷമാണ്? 1697. 1697. നമ്മൾ കണ്ടന്റ് ഓരോന്നായിട്ട് പഠിക്കുകയാണ്. മക്കളെ, ഈ കണ്ടന്റ് പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഈ ഭാഗം സമഗ്രമായിട്ട് പല പുസ്തകങ്ങളുടെ ഭാഗമായിട്ട് വായിച്ചിട്ടുണ്ട്. അത് പല ആളുകൾ പഠിച്ച്, അതായത് ഇതിനെക്കുറിച്ച് ചരിത്ര പഠനം നടത്തിയ ആളുകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പല സെഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ചരിത്രമാണ്. ഈ ചരിത്രത്തിന് ഒരു ഭാഷ്യമുണ്ട്. ആറ്റിങ്ങലിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ, ഇയാൾ പറയുന്ന ഒരു വെർഷനാണ്. ബ്രിട്ടീഷുകാർക്ക് പറയാനുള്ളത് മറ്റൊരു വെർഷനാണ്. എന്നാൽ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ PSC ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എന്ത് കഥ എവിടെ കേട്ടാലും ശരി, നമ്മൾ എഴുതാൻ പോകുന്ന PSC പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള അറിവുകളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കേട്ടാലും ശരി ഇതിനകത്തോട്ട് മെർജ് ചെയ്യാൻ നിൽക്കണ്ട. ഇതിങ്ങനൊരു ചരിത്രമായിട്ട് അങ്ങ് പഠിക്കുക. നമുക്ക് ആ 1 മാർക്ക് നമ്മുടെ കയ്യിൽ സേഫ് ആയിരിക്കണം. ആ 1 മാർക്ക് നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഈ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും നമുക്ക് ആ 1 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കണം. അതിലൊരു കോംപ്രമൈസ് ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനെയാണ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാനുള്ളത്. ഓക്കെയാണ്. ഇനി കേൾക്കേണ്ട കാര്യം, 2 ചോദ്യങ്ങൾ ഓൾറെഡി ഉണ്ട്. ഒന്ന്, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം അത് ഒരിക്കലും അഞ്ചുതെങ്ങ് കലാപമല്ല, ഒരു ആറ്റിങ്ങൽ കലാപമാണ്. ഇവിടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമായിട്ട് നമ്മൾ കരുതുന്നത് ഏതാണ്? ഈ പറയുന്ന അഞ്ചുതെങ്ങാണ്. കാരണം പല സ്ഥലത്തും ചിലപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നമുക്ക് അന്ന് അറിവില്ല. കാരണം ഇന്നത്തെ സാങ്കേതിക വിദ്യയല്ല. അന്ന് അതാരെങ്കിലും എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിൽ എഴുതി വെക്കുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, അറിയാമായിരുന്നു. ഇപ്പോൾ നമ്മുടെ കണ്ണിൽ അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ കലാപം. സംഘടിതം എന്നൊരു വാക്കോടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ആലോചിക്കുക അതിൽ ഏതായിരിക്കും, അതിൽ ആറ്റിങ്ങൽ കലാപമായിരിക്കും വരുന്നത്. നമ്മൾ ഓരോ കണ്ടന്റായിട്ട് നോക്കുകയാണ്. ദ ബ്രിട്ടീഷ് റിസീവ്ഡ് എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഇൻ അഞ്ചുതെങ്ങ് ഫ്രം ഉമയമ്മ റാണി ആറ്റിങ്ങൽ റാണി ടു ബിൽഡ് ആൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇൻ 1684. അതായത് 1684 ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു വലിയൊരു എസ്റ്റേറ്റ് തുടങ്ങാനുള്ള സ്ഥലം 1684 ആറ്റിങ്ങൽ റാണി, അതായത് ഉമയമ്മ റാണി, കാർത്തിക തിരുനാൾ ഉമയമ്മ റാണി ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ അനുവദിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ അഞ്ചുതെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കോട്ട ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ കോട്ടയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന കണ്ടന്റ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ബ്രിട്ടീഷുകാർക്ക് എന്തിനാണ് ഈ കോട്ട എന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ പറയുന്ന കടലിലേക്ക് മാക്സിമം എന്ത് ചെയ്യുക, കപ്പൽ വന്ന് നിൽക്കുക, കടലിൽ നിന്ന് തീരത്തേക്ക് നിൽക്കുക. അപ്പോൾ ഇവർ ചെറിയ വള്ളങ്ങളിൽ ഈ ചരക്കുകൾ കൊണ്ടുവന്ന് കപ്പലിൽ അവരെന്ത് ചെയ്യും, ലോഡ് ചെയ്തിട്ട് കപ്പൽ തിരികെ പോകും. അതിന് വേണ്ടിയിട്ടാണ്
ഒരു ലൈറ്റ് ഹൗസൊക്കെ ഈ അഞ്ചുതെങ്ങിൽ നിർമ്മിച്ചിട്ടുള്ളത്. കാരണം ഈ കപ്പലിന് ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാത്രിയെ വരികയാണെങ്കിൽ അങ്ങനെയായിരിക്കും അറിയേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ബിജു മേനോൻ്റെ ഒരു സിനിമയുണ്ട്, ഒരു തെക്കൻ തല്ല് കേസ്. അതിൽ ബിജു മേനോൻ ഈ പറയുന്ന ലൈറ്റ് ഹൗസിൻ്റെ കെയർടേക്കറായിട്ടൊക്കെയാണ് കാണുന്നത്. അഞ്ചുതെങ്ങിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. അഞ്ചുതെങ്ങിൻ്റെ പഴയ കാലം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ചോദ്യങ്ങൾ വരുന്നത്, ആർക്കാണ് ഉമയമ്മ റാണി കൊടുത്തത്? ഈ സ്ഥലം കൊടുത്തത് അത് ബ്രിട്ടീഷുകാർക്കാണ് കൊടുത്തത്. എവിടെയാണ് കൊടുത്തത്? അഞ്ചുതെങ്ങിലാണ് കൊടുത്തത്. അഞ്ചുതെങ്ങിൽ എന്ന് ഈ സ്ഥലം അനുവദിച്ചു? 1684 അനുവദിച്ചത്. അഞ്ചുതെങ്ങ് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ല. ഏത് താലൂക്കിലാണ്? നെടുമങ്ങാട് താലൂക്ക്. ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ പ്രത്യേകതയോട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണത്? കടലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. കോട്ടയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബ്രിട്ടീഷുകാർ ഈ കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യ കോട്ട. ആദ്യ കോട്ട എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, അത് ആദ്യ കോട്ടയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും 1684 സ്ഥലം അനുവദിക്കുന്നു. 1690 ആയപ്പോൾ ഈ സ്ഥലത്തൊരു കോട്ടയുടെ നിർമ്മാണം ആരംഭിക്കുന്നു. 1695 ആയപ്പോൾ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാകുന്നു. 95 കോട്ട നിർമ്മാണം പൂർത്തിയായത്. ഇത് കഴിഞ്ഞാണ് 1697 ഇവിടെ എന്തുണ്ടായത്? ഒരു കലാപം ഉണ്ടായത്. ഇതിനെ നമ്മൾ വിളിച്ച പേരാണ് ഏത്? അഞ്ചുതെങ്ങ് കലാപം എന്ന് വിളിച്ചത്. മക്കളെ, ഇത്രയും കണ്ടന്റ് ഓർമ്മ വരണം. ഇനി ഞാൻ SCERTക്ക് വേണ്ടി 1-2 പോയിന്റ് പറയാൻ പോവാണ്. ഒന്ന്, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ കച്ചവട കേന്ദ്രം അത് സൂററ്റാണ്. കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യ വ്യാപാര കേന്ദ്രം അത് വിഴിഞ്ഞമാണ്. ഇത് പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കോട്ടയുടെ പേര് സെൻറ്റ് ജോർജ് കോട്ട മദ്രാസിലാണ്. ഇത് കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യ കോട്ടയുടെ പേരാണ് അഞ്ചുതെങ്ങ് കോട്ട. അത് 1684 സ്ഥലം കൊടുത്തു. 90 ആയപ്പോഴത്തേക്ക് കോട്ടയുടെ നിർമ്മാണം തുടങ്ങി. 95 ആയപ്പോൾ നിർമ്മാണം അവസാനിപ്പിച്ചു. 97 ആയപ്പോൾ അവിടെ കലാപം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ റാണിയും തമ്മിൽ ആദ്യ സമയത്ത് കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കോട്ടയുടെ നിർമ്മാണം തുടങ്ങാൻ 1690 വരെ എടുത്തത്. അതിനിടയിൽ വെച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായ, ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. PSC ക്വസ്റ്റ്യനുകളിൽ ഇങ്ങനെ കാണാറുള്ള ഭാഗമല്ല. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കയറി പോകാത്തത്. ഇപ്പോൾ നിങ്ങളറിയാം 1684 ഉണ്ടായിട്ടുള്ള ഈ കണ്ടന്റിനെ കുറിച്ചാണ് അറിഞ്ഞിരിക്കുക. അടുത്ത, ബ്രിട്ടീഷ് റിസീവ്ഡ് പെർമിഷൻ ടു ബിൽഡ് എ ഫോർട്ട് ഡെയർ ഇൻ 1690. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1690 കോട്ട നിർമ്മിക്കാനുള്ളൊരു അനുവാദം ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്തത്, അതിൻ്റെ ഇത് അഞ്ചുതെങ്ങിൽ നിർമ്മാണം പൂർത്തിയായത് 1695. ദ ബ്രിട്ടീഷ് ബിൽറ്റ് അഞ്ചുതെങ്ങ് ഫോർട്ട് ഇൻ 1695 എന്നാണ്. അത് മാത്രമല്ല, ആറ്റിങ്ങൽ റാണി ആങ്കേർഡ് ദ പീപ്പിൾ ബൈ ഗ്രാൻഡിങ് ഗ്രാറ്റിറ്റ്യൂഡ്സ് ടു ദ ബ്രിട്ടീഷ് ഇൻ അഞ്ചുതെങ്ങ് എന്നുള്ളതാണ്. അതായത് ഈ അഞ്ചുതെങ്ങിൽ ഇങ്ങനെ ഒരു വലിയ സ്ഥലം അനുവദിച്ച് ആ സ്ഥലം മുഴുവനായിട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. ആ ബ്രിട്ടീഷുകാരുടെ ഒരു കോട്ട നിർമ്മിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പൊതുജനങ്ങൾ ബ്രിട്ടീഷ് ആറ്റിങ്ങൽ റാണിക്കെതിരെ തിരിയാനുള്ളൊരു പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഒരു വിദ്വേഷം ഉണ്ടാകാനുള്ള, റാണിക്കെതിരെ വിദ്വേഷം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുകയാണ്. ഈ സമയത്ത് നമ്മൾ പറയുകയാണ്, ദ പ്ലേസ് വാസ് കൺവീനിയൻറ്റ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ട് ടു ദ നോർത്ത്. വടക്കിലേക്കുള്ള വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ജലത്തിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ജലഗതാഗതത്തിന് വളരെ അനുയോജ്യമായിരുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്ക് ചോദ്യം വരുമ്പോൾ, ഒന്ന്, ആരാണ് ഈ സമയത്ത് ആറ്റിങ്ങൽ ഭരണാധികാരി? ആറ്റിങ്ങലിൻ്റെ ഭരണാധികാരി ആറ്റിങ്ങൽ റാണിയാണ്, ഉമയമ്മ റാണി തന്നെയാണ്. എന്നാൽ അടുത്തൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് ആറ്റിങ്ങലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നതെങ്കിലും നിങ്ങളിങ്ങനെ തന്നെ അറിഞ്ഞിരിക്കുക. അതിൽ വേണാട് രാജവംശത്തിൻ്റെ ഭരണാധികാരി, ഈ ക്ലാസ് കേട്ടോണ്ടിരുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ആദിത്യവർമ്മൻ എന്നല്ലേ ഉദ്ദേശിച്ചത്? പക്ഷേ അഞ്ചുതെങ്ങ് കലാപം നടക്കുമ്പോൾ ആദിത്യവർമ്മൻ അല്ല വേണാടിൻ്റെ ഭരണാധികാരി. ഈ വേണാടെന്ന് പറഞ്ഞാൽ ഒരു രാജവംശമാണ്, നെറ്റ്വർക്കാണ്. ആ വേണാട് രാജവംശത്തിനകത്ത് വരുന്ന നാട്ടുരാജ്യങ്ങളാണ് തിരുവിതാംകൂർ ആണെങ്കിലും, ആറ്റിങ്ങലാണെങ്കിലും, കിളിമാനൂരാണെങ്കിലും, കീഴ്പേരൂരാണെങ്കിലും, ഇനി ഇളയിടത്ത് സ്വരൂപമാണെങ്കിലും, അല്ലെങ്കിൽ കായംകുളമാണ്, അമ്പലപ്പുഴയാണ്,
ഇങ്ങനെയൊക്കെയുള്ള നാട്ടുരാജ്യങ്ങളെല്ലാം വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത് അതിനെ ഫുള്ള് ഭരിക്കുന്ന രാജാവാണ് ഈ വേണാട് രാജവംശത്തിൻ്റെ രാജാവ്. അപ്പോൾ അത് രവിവർമ്മ കുലശേഖരനാണ്. രവിവർമ്മൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന രവിവർമ്മനാണ്. അപ്പോൾ രവിവർമ്മ കുലശേഖരനാണ് ഈ പറയുന്ന കാലഘട്ടത്തിൽ. പിന്നീട് ആറ്റിങ്ങൽ കലാപത്തിൻ്റെ സമയത്താണ് അത് ആദിത്യവർമ്മനാവുന്നത്. നോക്കി വെച്ചിരിക്കുക, കാരണം ഇങ്ങനെ ചോദ്യം വന്നിട്ടില്ലെങ്കിൽ പോലും നല്ല ചോദ്യങ്ങളാണ് എന്നുള്ളത് വളരെ അറിയപ്പെടേണ്ട ഒരു ഭാഗം കൂടിയാണ്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകേണ്ടത് സെൻറ്റർ ഫോർ സ്റ്റോറിംഗ് മിലിറ്ററി സപ്ലൈസ് വാസ് ഓപ്പൺഡ് ദെയർ എന്നുള്ളതാണ്. അതിനു മുമ്പ് സെൻറ്റർ ഓഫ് സ്റ്റോറിംഗ് മിലിറ്ററി സപ്ലൈസ് വാസ് ഓപ്പൺ ഡെയർ. അതായത് വേറൊന്നുമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന അനുസരിച്ച് അഞ്ചുതെങ്ങ് കോട്ട ഒരു പ്രധാന ഒരു ആയുധ ഡിപ്പോയാക്കി ആരങ്ങ് മാറ്റി, ഈ ബ്രിട്ടീഷുകാർ മാറ്റുകയാണ്. അതിനു മുമ്പ് പറയാണ്, സാധാരണ ഈ കോട്ടകൾ നിർമ്മിക്കപ്പെടുന്നത് വൃത്താകൃതിയിലാണെങ്കിലും ഈ കോട്ട നിർമ്മിക്കുന്നത് ചതുരാകൃതിയിലാണ് നിർമ്മിക്കുന്നത്. അത് മാത്രമല്ല, ഈ കോട്ടയുടെ 2 സൈഡിലും 2 വാതിലുകളുണ്ട്. ഒന്ന് പ്രധാന വാതിലും ഒന്ന് പുറകു സൈഡിലും വാതിലുണ്ട്. ഈ 2 വാതിലുകളുടെയും തൊട്ട് 2 സൈഡിലായിട്ട് കുറച്ച് അലങ്കാര പണികളൊക്കെ ഉണ്ട്. ഞാനത് നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ സ്ഥലമാണ്, നല്ല സ്പേസ് ഉണ്ട് അതിനകത്ത്. അതിന് ഒരു മേൽക്കൂരയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് സ്റ്റോറേജ് ഹൗസ് കാര്യങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. കരിങ്കല്ല് വെച്ച് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പൂഴി മണ്ണാണ് അവിടെയാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അന്നത്തെ അറിവനുസരിച്ച് ഒരു രഹസ്യമായൊരു തുരങ്കം എങ്ങോട്ടുണ്ട്, കടലിലേക്കുണ്ട്. അതും അവർ നിർമ്മിച്ചിട്ടുണ്ട്. രഹസ്യ തുരങ്കമുണ്ട്. അത് ബ്രിട്ടീഷുകാർ പണിയെടുത്ത് വേറെ ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തന്നെ പണിയെടുപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള രഹസ്യ തുരങ്കമുണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്, ഈ അഞ്ചുതെങ്ങ് കോട്ടയിലുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത മെയിൻ റീസൺ ഫോർ ദ റെബല്യൻ എന്ന് പറയാണ് കേട്ടോ. അത് ഇങ്ങനെയാണ്, ദ ബ്രിട്ടീഷ് അക്വയർഡ് ദ മൊണോപ്പൊളി ഓഫ് പെപ്പർ ട്രേഡ് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന അനുസരിച്ച് ഇവർ ഈ പറയുന്ന കുരുമുളകിൻ്റെ കുത്തക, ഇതാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട കലാപത്തിൻ്റെ റീസണായിട്ട് പറയപ്പെടുന്നത്. PSCക്ക് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം റെബല്യൻ അതുണ്ടായിട്ടുള്ളത്. അതിന് മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അത് പെപ്പർ ട്രേഡ് ആണെന്നുള്ളത് നമുക്ക് പറയാം. പെപ്പർ ട്രേഡ് എന്ന് വെച്ചാൽ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുത്തക തന്നെയാണ്. അതായത് ഞാൻ നിങ്ങളോട് പറയാണ്, കുരുമുളക് എന്നൊക്കെ പറയുമ്പോൾ ആദ്യകാലത്ത് ഭയങ്കര റേറ്റാണ്. റേറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കുക, ഈ കുരുമുളകിന് ഇപ്പോൾ ഇന്നൊരു 650 രൂപ കിലോയുണ്ടെന്ന് വിചാരിക്കുക. വിലയുണ്ട് 1 കിലോയ്ക്ക്. നമ്മൾ ആ സമയത്ത് ഈ ഒരു വില വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 10-12,000 രൂപ ഒരു കിലോ കുരുമുളകിന് ഇവിടെ യൂറോപ്പിൽ നോർമൽ മാർക്കറ്റുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത്രയ്ക്ക് വിലപിടിപ്പുള്ള സാധനമാണ് കുരുമുളക് അവരെ സംബന്ധിച്ച്. സ്വർണത്തിനേക്കാൾ വിലയാണ്. അതാണ് കറുത്ത പൊന്നെന്നൊക്കെ വിളിക്കുന്ന കുരുമുളകിന്. ഞാനിവിടെ പറയുന്നത്, ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ എന്തുണ്ട്, കുരുമുളകുണ്ട്. കുരുമുളക് മാത്രമല്ല, ഈ കുരുമുളകാണെങ്കിലും വെറ്റിലയാണെങ്കിലും പാക്കാണെങ്കിലും അടക്കയാണെങ്കിലും അപ്പോൾ അങ്ങനെ വരുന്ന എന്ത് സാധനങ്ങളാണെങ്കിലും ഇതൊക്കെ പല പല പേരുകളിലും അറിയപ്പെടുന്ന സാധനമാണ്. ഇതാണെങ്കിലോ ഈ നെയ്ത്ത് തുണി, നമ്മളിന്ന് ഈ ആറ്റിങ്ങലിൽ അവനവഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം ആദ്യകാലത്ത് ഈ നെയ്ത്ത് ഉൽപ്പന്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ, നെയ്ത്തെന്ന് പറഞ്ഞാൽ കൈത്തറി ഉൽപ്പന്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഹൈ ക്വാളിറ്റിയാണ്. കാരണം ഇതൊക്കെ കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ബ്രിട്ടനിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. കാരണം കൈ കൊണ്ട് ഉണ്ടാക്കണ സോഫ്റ്റ് ക്ലോത്താണ്. കാശുള്ളവർക്ക് മേടിക്കാൻ ഭയങ്കര പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെ അവർക്ക് ധാരാളം കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന്. ഇതാണ് ഇവർ ഈ ആറ്റിങ്ങലിൽ പിടിച്ചു നിർത്താനുള്ള മെയിൻ റീസൺ. ഞാൻ നിങ്ങളോട് പറയാണ്, കുരുമുളകിൻ്റെ കുത്തക തന്നെയാണ് മെയിൻ റീസൺ. പക്ഷേ അന്ന് ഈ അടി ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന കലാപം ഉണ്ടാകാനുള്ള മെയിൻ റീസൺ ഞാൻ പറയാമെന്ന് ഇത് കേട്ടിരിക്കുക. അതായത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഇത് കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലത്താണ് ഏതുണ്ടായിട്ടുള്ളത്, ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അതായത് എത്രയെങ്കിലും നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് അപ്പന്മാർ അവരുടെ തലമുറകളായിട്ട് എത്രയോ നാളുകൊണ്ട് കടലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഈ വഴിയിലാണ് ഈ പറയുന്ന കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോട്ട നിർമ്മിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ കടലിൽ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ കോട്ടയ്ക്ക് ശരിക്കും ഒരു ഭീഷണിയായിട്ട് ഇവർ മാറണമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. നമ്മൾ ആലോചിക്കുക, ഒരു വലിയൊരു കെട്ടിടം നിർമ്മിച്ചിരിക്കുകയാണ്, ഇതിനകത്ത് എന്തായിരിക്കും എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ ഇവരാരെങ്കിലുമൊക്കെ പോയി എത്തി നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താണെന്ന് അറിയാനുള്ള ആൾക്കാർ കൂട്ടം കൂടി നിന്നിട്ടുണ്ടാവും. ഇതിനകത്തിരിക്കുന്നത് ആ സമയത്ത് നോക്കുമ്പോൾ എത്രയോ രൂപ വില മതിക്കുന്ന വലിയ ചരക്കുകളിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് പേടിയുണ്ടാവും. അപ്പോൾ ഇവരൊരു തീരുമാനം എടുത്തു, ഈ കംപ്ലീറ്റ് സ്ഥലം ആറ്റിങ്ങൽ റാണി എഴുതി കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 284 ഏക്കറോ എന്തോ ആണ് ആറ്റിങ്ങൽ റാണി അന്ന് പറിച്ചു കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇവർ നടക്കാനുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ടൊരു വേലിയും കെട്ടി. ഈ വേലി കെട്ടിയപ്പോൾ ഇവരുടെ എത്രയോ തലമുറ കൊണ്ട് നടക്കുന്ന വഴിയാണ് അടച്ചത്. വഴി അടച്ചാൽ അടി നടക്കും, ഉറപ്പായിട്ടും നടന്നിരിക്കും. അത് ഇവിടെ എന്നല്ല, എവിടെ നടന്നാലും നിങ്ങൾ യൂട്യൂബിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്ത് വഴിത്തർക്കം എന്ന്, ഉറപ്പായിട്ട് അടി നടന്നു. ആ അടി കണ്ടറിയാം, അതിനകത്ത് എല്ലാവരും പങ്കെടുക്കും. വഴിയില്ലാത്തൊരാളിന് മാത്രമേ ആ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് പറയാണ്, ഇവിടെ ഈ വഴി അടച്ചത് വലിയ പ്രശ്നമായി. വഴി എന്ത് ചെയ്തു? വേലി വെച്ച് കെട്ടി അടച്ചു. ഈ വേലി ഊരി വേലി പൊളിച്ചു. വേലി പൊളിച്ചതോടുകൂടി അവിടെ അടിയായി. ഇതാണ് ശരിക്കും അന്ന് അടി തുടങ്ങാനുള്ള റീസൺ. അപ്പോൾ ഈ വഴി അടച്ചാൽ അടിയാവും, അത് ഉറപ്പായിട്ടും അടിയുണ്ടാവും. അങ്ങനെ ഇവിടെ നമ്മൾ ഈ അടി, അപ്പോൾ ഓൾറെഡി ബ്രിട്ടീഷുകാരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം ഈ കുരുമുളകിൻ്റെ കുത്തകവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അന്ന് അവിടെ അടി ഉണ്ടായത് എന്താണ്? വഴി പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ പുസ്തകം വായിച്ചിട്ടുള്ള വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ കേട്ടറിവുള്ള ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്നാണ്. പുസ്തകം ഏതാണെന്നൊക്കെ പിന്നെ പറയാം കേട്ടോ. ഇനി അടുത്ത് നോക്കുക. The Anjidanga rebellion took place between the British and the residents of Attingal in the year of 1697. അത് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രദേശവാസികളും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഈ അഞ്ചുതെങ്ങ് കലാപം ഉണ്ടായത് എന്നുള്ളത് പറയാണ്. അപ്പോൾ മെയിൻ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും കുരുമുളകിൻ്റെ കുത്തക തന്നെയാണ്. ഒരു ആയുധ ഡിപ്പോയാക്കി എന്ത് ചെയ്തു, ഇതിനെ മാറ്റുന്നൊരു സാഹചര്യം കൂടി ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവിടെ പറയാണ് ഈ ആറ്റിങ്ങലിലുള്ള പ്രദേശവാസികളും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദ ഡിസ്ട്രിക്റ്റ് ഇൻ വിച്ച് അഞ്ചുതെങ്ങ് ഈസ് ലൊക്കേറ്റഡ് തിരുവനന്തപുരം എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചിറയൻകീഴ് താലൂക്കിലാണെന്നും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകണം ആറ്റിങ്ങൽ റെബല്യൻ ആണ്. അത് 1721 ഉണ്ടായിട്ടുള്ളതാണ്. അത് ഫസ്റ്റ് ഓർഗനൈസ്ഡ് റെബല്യൻ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ കേരള എന്ന് കൊടുത്തിരിക്കുകയാണ്. ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റെബല്യൻ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ കേരള എന്ന് പറയുമ്പോൾ ഇത് നോക്കുക, ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത കലാപമാണ്. ഇത് ആറ്റിങ്ങൽ റെബല്യൻ. ഇനി അടുത്ത് കേൾക്കുക, അത് ആദ്യ കലാപമാണെങ്കിൽ അത് അഞ്ചുതെങ്ങാണ്. ഈ സംഘടിത എന്നൊരു വാക്ക് വന്നാൽ മാത്രമേ, ഓർഗനൈസ്ഡ് എന്നൊരു വാക്ക് വന്നാൽ മാത്രമേ അതെന്താവുള്ളൂ, ആറ്റിങ്ങൽ റെബല്യൻ ആവുള്ളൂ. റൂളർ ഓഫ് വേണാട് ഡ്യൂറിങ് ദ റെബല്യൻ അതാരാണ്? ആദിത്യവർമ്മയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നേരത്തെ രവിവർമ്മ കുലശേഖരനാണെങ്കിൽ ഇപ്പോൾ ആദിത്യവർമ്മ അല്ലെങ്കിൽ വർമ്മനാണ് ഈ ആറ്റിങ്ങൽ കലാപ സമയത്ത് ഉണ്ടായിരുന്നത്. ആറ്റിങ്ങൽ ഭരണാധികാരി പഴയ പോലെ ആര് തന്നെയാണ്? ആറ്റിങ്ങൽ റാണി തന്നെയാണ്. ഈ ആറ്റിങ്ങൽ റെബല്യൻ, ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1721 ഏപ്രിൽ 15. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നടക്കുന്നത് ഒരു പാതിരാത്രിക്കാണ്. ഏപ്രിൽ 14 അർദ്ധരാത്രി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഏപ്രിൽ 15 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. PSCയുടെ ഉത്തരം ഏതാണ്? ഏപ്രിൽ 15 അതാണ് ശരിക്കും. ഏപ്രിൽ 14 അർദ്ധരാത്രി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും 12 മണി കഴിഞ്ഞാൽ പിന്നെ ഏത് തന്നെയാണ്? ഏപ്രിൽ 15 തന്നെയാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ശരിക്കും ഇതിനകത്തുള്ളത്. അടുത്ത, ബ്രിട്ടീഷ് ഓഫീസർ കിൽഡ് ഇൻ ദ ആറ്റിങ്ങൽ റെബല്യൻ ഗിഫോർഡ് അറൌണ്ട് 150 ബ്രിട്ടീഷ് വെയർ ആൾസോ കിൽഡ് അക്കോർഡിംഗ് ടു SCERT ക്ലാസ് 10 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 150ഓളം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു എന്നുള്ളതും അവരുടെ നേതാവായിരുന്ന ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന ഗിഫോർഡും 150ഓളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെന്നാണ്. എന്നാൽ പല പുസ്തകങ്ങളിലും കൊടുത്തിട്ടുണ്ട് 140 ബ്രിട്ടീഷ് പട്ടാളക്കാർ. അവരുടെ നേതാവായിരുന്ന ആളിൻ്റെ പേര് ഗിഫോർഡ്. ഇവരാണ് ഈ പറയുന്ന ഇത്രയും ആളുകളാണ് എന്ത് ചെയ്തത്? കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ അടുത്തൊരു കാര്യം കൂടി ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. ഈ ആറ്റിങ്ങൽ കലാപത്തിനകത്ത് വരുന്ന മെയിൻ പോയിന്റ്സ് ആണ്. ഞാൻ ഇതിൻ്റെ ഒരു കഥയായിട്ട് പറയുകയാണെങ്കിൽ, ഇതിൽ ഈ ആറ്റിങ്ങൽ കലാപത്തിലേക്ക് നയിക്കാനുള്ള മെയിൻ റീസൺ, അതായത് എന്തൊക്കെയാണ് കാരണങ്ങളെന്നാണ് ഇനി പറയാൻ പോണത്. ഇത് 2-3 റീസൺ ഉണ്ട്. അതിൽ ഒന്നാമത്തെ റീസൺ കുരുമുളകിൻ്റെ കുത്തകയാണ്. കുരുമുളകിൻ്റെ കുത്തക നേരത്തെയും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ശരിക്കും റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ മേടിക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന കുരുമുളക്, നമ്മൾ കൃഷി ചെയ്യുന്ന കുരുമുളക് കൊണ്ടുവന്ന് ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാർക്കറ്റ് വിലയുണ്ടല്ലോ. ഇന്ന് ഞാൻ പറഞ്ഞു 600 രൂപയുള്ള വിലയുണ്ട്, 650 രൂപ വിലയുണ്ട്. അപ്പോൾ ഇന്ന് 600 രൂപ വിലയുള്ള സാധനത്തിന് ബ്രിട്ടീഷുകാർ നമ്മുടെ കയ്യിൽ നിന്ന് മാർക്കറ്റ് വിലയ്ക്ക് മേടിക്കേണ്ട 600 രൂപയ്ക്കാണ് മേടിക്കേണ്ടത്. അവർക്ക് 500 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. കാരണം ബൾക്ക് എടുക്കുകയാണെങ്കിൽ 500 രൂപയ്ക്ക് കൊടുക്കാമല്ലോ.
പക്ഷെ ബ്രിട്ടീഷുകാർ വന്ന് അതിന് പറയുന്നത് 30 രൂപയാണെന്ന് വിചാരിക്കാം. 30 രൂപയാണെന്ന് പറയുമ്പോൾ നമ്മുടെ സാധനം കൊടുക്കാതിരിക്കാം, നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനമാണല്ലോ. പക്ഷേ ആറ്റിങ്ങൽ റാണിയുടെ ഉത്തരവ് എന്താണ്? ഈ കുരുമുളകിൻ്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അവർക്ക് തോന്നിയ വിലയ്ക്ക് നമ്മൾ വിൽക്കണം. ഇതാണ് ഒന്നാമത്തെ റീസൺ. റെബല്യൻ ഉണ്ടാവാനുള്ള ഫസ്റ്റ് റീസൺ ഈ കുരുമുളകിൻ്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർക്ക്, അതായത് ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തു? കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. രാത്രിയാകുമ്പോൾ ഈ കപ്പലുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കറുത്ത പെട്ടികളിലാക്കിയിട്ട് എന്തൊക്കെയോ കൊണ്ടുവരുന്നു, ചെറിയ ചെറിയ വള്ളങ്ങളിലാക്കിയിട്ട്. അത് രഹസ്യ തുരങ്കം വഴി ഇതിനകത്തേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതെന്താണെന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ പ്രദേശവാസികൾക്ക് മനസ്സിലായി ഇതിനകത്ത് നിറയെ ആയുധങ്ങളാണ്, തോക്കുകളാണ്. തോക്കിന് ആദ്യകാലത്ത് തുപ്പാക്കി എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം തീ തുപ്പുന്ന സാധനം, അതാണ് ഈ തുപ്പാക്കി. അപ്പോൾ ഈ തുപ്പാക്കികളാണെന്ന് മനസ്സിലായപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതൊരു ആയുധ ഡിപ്പോയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളെ, അല്ലെങ്കിൽ ഈ ആറ്റിങ്ങലിൽ ഇനി മുതൽ ഭരണം നടത്തുന്നത് ആയുധത്തിന് വെച്ചുകൊണ്ടായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ആർക്കുണ്ടായി? പ്രദേശവാസികൾക്കുണ്ടായി. അത് കഴിഞ്ഞാൽ അടുത്തുണ്ടാവുന്നത് മൂന്നാമത്തെ റീസൺ ശരിക്കും അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം ഉണ്ടായത് 1697 ഈ 1697 അതിൻ്റെ കൂടെ 24 വർഷം നമ്മൾ കൂട്ടുകയാണെങ്കിൽ 7 × 4 = 11 ശിഷ്ടം വന്ന്, അടുത്തത് 9, 10, 11, 12, ഇവിടെ 1721. അപ്പം നിങ്ങൾ ആലോചിക്കുക, 24 വർഷത്തിന് മുമ്പ് അവിടെ ഒരു അടി നടന്നിട്ടുണ്ട്. അറിയാമല്ലോ, ഇതേ ആറ്റിങ്ങലിൽ ബ്രിട്ടീഷുകാരെ കോട്ടയ്ക്കകത്ത് കയറി അടിച്ചിട്ടുണ്ട്. അന്ന് കയറി അടിയുണ്ടാക്കി ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അവസാനം ആറ്റിങ്ങൽ റാണിയുടെ സൈന്യം വന്നിട്ടാണ് കോട്ട മോചിപ്പിച്ച് ബ്രിട്ടീഷുകാർക്ക് അന്ന് കൊടുത്തത്. ഓർമ്മയുണ്ടേ? എന്നാൽ അങ്ങനെ ഒരു പാരമ്പര്യം ആരുടെ ഉള്ളിലുണ്ട്? ഈ ആറ്റിങ്ങൽ പ്രദേശവാസികളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഇവരുടെ മനസ്സിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 റീസൺസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. ആ 3 റീസൺ, ആ കാരണങ്ങൾ കൊണ്ടാണ് ഈ കലാപം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. അടുത്തതാണ് വേണാട് ഉടമ്പടി. ഈ വേണാട് ഉടമ്പടി ഉണ്ടാവുന്നത് 1723 അത് ആരൊക്കെ തമ്മിലാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ആരൊക്കെ തമ്മിലാണ്? അത് ഒരു സൈഡിൽ മാർത്താണ്ഡവർമ്മ, ഒരു സൈഡിൽ അലക്സാണ്ടർ റോം. ആളിൻ്റെ പേര് അലക്സാണ്ടർ റോം. പല പുസ്തകത്തിൽ അലക്സാണ്ടർ ഓമി, അലക്സാണ്ടർ ഓർം, അങ്ങനെ പല പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അലക്സാണ്ടർ റോം ഈ പുള്ളി ആരാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹമാണ് ഈ ആറ്റിങ്ങൽ കലാപത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടല്ലോ, ആളിൻ്റെ പേര് ഗിഫോർഡ് എന്നാണ്. ഗിഫോർഡിന് ശേഷം അടുത്ത് വരുന്ന ആളിൻ്റെ പേര് മിഡ്ഫോർഡ് എന്നാണ്. മിഡ്ഫോർഡ് കഴിഞ്ഞ് അടുത്ത് വരുന്ന ആളിൻ്റെ പേരാണ് ആര്? അലക്സാണ്ടർ റോം. മറന്നു പോരുത്, അലക്സാണ്ടർ റോം. അപ്പോൾ അതനുസരിച്ച് ഇവിടെ പറയുന്നത് ആറ്റിങ്ങൽ റെബല്യനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്ത റൂളർ ഹു സൈൻഡ് ദ വേണാട് ട്രീറ്റി ഇൻ നെയിം ഓഫ് ദ പ്രിൻസ് ഓഫ് നെയ്യാറ്റിങ്കര മാർത്താണ്ഡവർമ്മ എന്നുള്ളതാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഒപ്പുവയ്ക്കുന്ന 1723 1721 കലാപത്തിന് ട്രീറ്റി ഒപ്പുവയ്ക്കുന്നത്, ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന 1723 അപ്പോൾ അന്ന് ഈ മാർത്താണ്ഡവർമ്മ ഈ ആറ്റിങ്ങലിലെ രാജാവല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആറ്റിങ്ങൽ റാണിയുടെ മകനാണ് മാർത്താണ്ഡവർമ്മ. ഈ 1706 ഈ മാർത്താണ്ഡവർമ്മയെ, അന്ന് മാർത്താണ്ഡവർമ്മ എന്നുള്ള പേരിട്ടിട്ടില്ല, മൂത്ത തമ്പുരാൻ, അതായത് ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ മൂത്ത തമ്പുരാൻ. ഈ മൂത്ത തമ്പുരാനെ തിരുവിതാംകൂറിലേക്ക് ആറ്റിങ്ങൽ റാണി ദത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ദത്ത് കൊടുക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ യുവരാജാവാണ്. യുവരാജാവാകുമ്പോൾ 1729 അവിടുത്തെ രാജാവ് ആകേണ്ടത്. അപ്പോൾ അന്ന് ഇദ്ദേഹം യുവരാജാവാണ്. പക്ഷേ ഈ ഉടമ്പടി ഒപ്പുവയ്ക്കുമ്പോൾ ആറ്റിങ്ങലിലെയും ഒഫീഷ്യൽ റെപ്രസെൻറ്റേഷൻ പുള്ളിക്കില്ല. അതുപോലെ തന്നെ തിരുവിതാംകൂറിന് ഇതുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ഇദ്ദേഹം ഒപ്പുവെച്ച ഉടമ്പടിയിൽ ഇദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നെയ്യാറ്റിൻകര കൊട്ടാരമോ രാജ്യമോ ഒന്നുമില്ല. പിന്നെ ആകെയുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആരാണ്? ഇദ്ദേഹമാണ്. കാരണം പണ്ട് അദ്ദേഹത്തിന് ഈ 8 വീട്ടിൽ പിള്ളമാരുടെ ശത്രു സൈന്യം ആക്രമിക്കുന്ന സമയത്ത് ഇദ്ദേഹം മുറിപ്പെട്ട് ഒരു കാട്ടിനകത്ത് ഒരു പ്ലാവിൻ്റെ പൊത്തിനകത്ത്
കയറിയിരിക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിനെ ആ പ്ലാവിൻ്റെ പൊത്തിനകത്ത് ഒളിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അവർ കൊന്നുകളയാത്തത്. അതിൻ്റെ സ്മരണാർത്ഥം ആ പ്ലാവിന് അമ്മച്ചി പ്ലാവെന്ന് നാമകരണം ചെയ്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചു. ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ഈ അമ്മച്ചി പ്ലാവിൻ്റെ ശേഷിപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കണക്ഷൻ. ആ കണക്ഷൻ വെച്ചിട്ടാണ് നെയ്യാറ്റിൻകരയിലെ രാജകുമാരനെന്ന് ആര് സൈൻ ചെയ്തിരിക്കുന്നത്, ഇതിൽ സൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് ഇതാ ശ്രദ്ധിക്കുക, ഈ ദ വേണാട് ട്രീറ്റി സൈൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അലക്സാണ്ടർ റോം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അലക്സാണ്ടർ റോമുമായിട്ടാണ് ഇത് ഒപ്പുവെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഫസ്റ്റ് ട്രീറ്റി സൈൻഡ് ബൈ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിത്ത് ആൻ ഇന്ത്യൻ കിങ് എന്ന് പറയുന്നുണ്ട്. അതായത് ആദ്യമായിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു രാജാവുമായിട്ട് ആദ്യമായിട്ട് ഒപ്പുവയ്ക്കുന്ന ഉടമ്പടിയുടെ പേരാണ് നമ്മൾ പറഞ്ഞ വേണാട് ഉടമ്പടി എന്ന് പറയുന്നുണ്ട്. ഇൻ ദിസ് ട്രീറ്റി ദ കിങ് ഓഫ് ട്രാവൻകൂർ അഗ്രീഡ് ടു ലെറ്റ് ദ ഇംഗ്ലീഷ് ബിൽഡ് എ ഫോർട്ട് അറ്റ് കൊളച്ചൽ അറ്റ് ഡെയർ കോസ്റ്റ് എന്നും ഇവിടെ പറയുന്നുണ്ട്. ഇതനുസരിച്ച് കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇംഗ്ലീഷുകാർക്ക് അവർ ഈ പറയുന്ന അനുസരിച്ച് കോട്ട നിർമ്മിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഈ കുളച്ചൽ യുദ്ധത്തിലേക്ക് നമുക്ക് പിന്നീട് പോവാം, കാരണം അത് നിങ്ങൾക്ക് ഓൾറെഡി പല ഭാഗത്ത് പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് വേണാട് ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളാണ് ഞാൻ പോളിസീസാണ് പറയാൻ പോണത്. ഒന്ന്, കലാപകാരികളെ മുഴുവൻ എന്ത് ചെയ്യണം, ശിക്ഷിക്കണം. 2, കുരുമുളകിൻ്റെ കുത്തക കംപ്ലീറ്റ് ആർക്ക് കൊടുക്കണം, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. 3, ഒരു സഖ്യം ആരുമായിട്ട് നിലനിർത്തണം. ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയായിട്ടൊരു സഖ്യം ഉണ്ടാവണം. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഈ പറയുന്ന വേണാട് ഉടമ്പടിക്കകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇനി അന്നുണ്ടായ കാര്യം ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം. ഈ കലാപത്തിൽ എന്തുണ്ടായി എന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ പറയാം കേട്ടോ. ഇനി കേൾക്കുക, കോസ് ഓഫ് റിബല്യൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറയുകയാണ്, അതെന്താണെന്നുള്ള ഓരോന്ന് ക്ലാസ്സിൽ പറയാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ക്ലാസ്സിൽ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ഓരോന്ന് പറയാം. ദ ഇംഗ്ലീഷ് മെർച്ചൻസ് ലെഡ് ബൈ ഗിഫോർഡ്, അതായത് ഇംഗ്ലീഷുകാരുടെ കച്ചവടം അതിനെ ലീഡ് ചെയ്യുന്ന അവരുടെ നേതാവിൻ്റെ പേര് ഗിഫോർഡ് എന്നാണ്. മെയ്ഡ് എനിമീസ് ഓഫ് ദ ലോക്കൽ പീപ്പിൾ വൈൽ പ്ലേസിങ് ദ ക്യൂൻ ഓഫ് ആറ്റിങ്ങൽ വിത്ത് വാല്യുബിൾ ഗിഫ്റ്റ്സ് എവറി ഇയർ. അതായത് എല്ലാ വർഷവും ഈ ഗിഫോർഡും സംഘവും ആറ്റിങ്ങൽ റാണിക്ക് വിലപിടിപ്പുള്ള പല സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് അവിടെയുള്ള ലോക്കൽ പീപ്പിൾസ്, പ്രത്യേകിച്ച് അവിടെ ഈ കൊട്ടാരത്തിനകത്തുള്ള ആളുകൾ, പുറത്ത് പല ഭാഗങ്ങളിലുള്ള കുറച്ച് ജന്മിമാർ, ഇവർക്കെല്ലാം ആകെ വിഷമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആറ്റിങ്ങൽ റാണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഈ വെൽവെറ്റിൻ്റെ തുണി ഉണ്ടല്ലോ, വെൽവെറ്റ്, നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്ന്? നമ്മുടെ ഈ സെറ്റിയൊക്കെ നമ്മൾ അടിക്കുമ്പോൾ സെറ്റിയുടെ മുകളിലിട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ക്ലോത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ വെൽവെറ്റ്. അത് വീണ്ടും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ അങ്ങോട്ട് തടവുമ്പോൾ ഒരു കളറ്, ഇങ്ങോട്ട് തടവുമ്പോൾ ഒരു കളർ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് വെൽവെറ്റ്. അപ്പോൾ വെൽവെറ്റിൻ്റെ തുണി ഭയങ്കര ഡിമാൻഡാണ്. അതുപോലെ നല്ല ചോക്ലേറ്റ്, ചില നല്ല മണമുള്ള കുറച്ച് പെർഫ്യൂംസ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരുടെ നാട്ടിൽ കിട്ടുന്ന വില കുറവുള്ള സാധനങ്ങളാണ്. അതിവിടെ കൊണ്ടുവന്നിട്ട് ഇവർ ചോദിക്കുന്ന എന്താണ്, ഇത്രയും ഭാഗത്തെ കുരുമുളക് എടുത്തോട്ടാന്നാണ്, എടുത്തോളാൻ പറയും. അപ്പോൾ അന്ന് ഡിമാൻഡ് എന്നുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ വാല്യുബിൾ ഗിഫ്റ്റ് ഈ ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തുകൊണ്ടേയിരുന്നു. അടുത്തത് കോൺഫ്ലിക്റ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ ലോക്കൽ റൂളേഴ്സ്, പിള്ളൈസ്, അതായത് പിള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിള്ളമാരിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. demanded the gift be presented through them, but Gifford rejected the demand and insisted the gift presented directly to the queen എന്ന് പറയാണ്. അതായത് ഗിഫോർഡ് ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ്, അതായത് കുറേ സമ്മാനങ്ങളുണ്ടല്ലോ, അത് നേരിട്ട് കൊടുക്കണ്ട, അത് എങ്ങനെ കൊടുത്താൽ മതി, പിള്ളമാരിലൂടെ കൊടുത്താൽ മതി. പിള്ളമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി 2 പിള്ളമാരുണ്ട്. 2 പിള്ളമാരാണ് അവിടുത്തെ മന്ത്രിമാർ. അതിലൊരു മന്ത്രിയുടെ പേര് കുടമൺ പിള്ള എന്നാണ്. കുടമൺ പിള്ളയാണ് ശരിക്കും പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഒരു കലാപത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം ഇദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ ആറ്റിങ്ങൽ റാണി സ്വന്തമായിട്ടെല്ലാം എടുക്കുന്നു, അത് ഷെയർ ചെയ്യുന്നില്ല, അത് ഈ പറയുന്നവർക്ക് കൊടുക്കുന്നില്ല എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എടുക്കുക. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട്, കാരണം ഇത് അവരിലൂടെ കൊടുക്കാം. അപ്പം ഗിഫോർഡ് പറയാണ് അവരിലൂടെ കൊടുക്കണ്ട, നമ്മൾ നേരിട്ട് ആർക്ക് കൊടുത്തോളാം, ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കാം എന്നവർക്ക് മനസ്സിലായി. കാരണം അത് കൊടുത്താൽ ആറ്റിങ്ങൽ റാണിയുടെ കയ്യിൽ മുഴുവനായിട്ട് കിട്ടില്ല. കാരണം അധികാരമുള്ള ആറ്റിങ്ങൽ റാണി പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഗിഫോർഡിന്
മനസ്സിലായി ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല ഇവിടെ പറയുന്നത് ദിസ് ആംഗേർഡ് ദ ലോക്കൽസ് ഹു അറ്റാക്ക്ഡ് ദ ബ്രിട്ടീഷ് ഗ്രൂപ്പ് ആൻഡ് കിൽഡ് ഓൾ ദ പീപ്പിൾ ആൻഡ് ദെൻ സറൗണ്ടഡ് ദ അഞ്ചുതെങ്ങ് ഫോർട്ട് ടു ഡിഫെൻഡ് ദ ഗണ്ണർ ഇൻസ് ഫോർട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ശരിക്കും അന്ന് ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ 1721 ഏപ്രിൽ 14 അർദ്ധരാത്രി, ഏപ്രിൽ 14 അർദ്ധരാത്രിക്ക് ഈ അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്ന് ഈ അർദ്ധരാത്രി കുറേ ബ്രിട്ടീഷുകാർ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇവർ ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് യാത്ര ചെയ്യാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ 140 ബ്രിട്ടീഷ് പട്ടാളക്കാരും അവരുടെ കമാൻഡറായിരുന്ന ഗിഫോർഡ് ഇവരുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇവിടെ പറയാണ്, SCRT കൊടുത്തേക്കണം 150ഓളം എന്നാണ്. ഇവിടെ നമ്മൾ 140 ബ്രിട്ടീഷ് പട്ടാളക്കാരും കമാൻഡറായ ഗിഫോർഡും ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഈ കലാപത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു നായകനില്ല. നായകനില്ലെന്ന് പറഞ്ഞാൽ ഇതാരാണ് നയിച്ചത് എന്നൊന്നും ആർക്കും അറിയില്ല. അത് മാത്രമല്ല വ്യത്യസ്ത ജാതിയിലും മതത്തിലും സമുദായത്തിലും പെടുന്ന ആളുകളാണ്. ഇവരെങ്ങനെ ഒത്തുകൂടി, ഇവരാര് കോർഡിനേറ്റ് ചെയ്തു, എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള ഒരു മോട്ടീവ്, ഇങ്ങനെയുള്ള ഈ മോട്ടീവ് എന്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. പക്ഷേ ഇവരെല്ലാം കൂടെ എങ്ങനെ വിളിച്ച് ഇതിൻ്റെ ഭാഗമാക്കി ഇരുത്തി എന്നുള്ളത് ആർക്കും അറിവില്ല. അപ്പോൾ ഇത് ആറ്റിങ്ങലിനെ സംബന്ധിക്കുന്ന വലിയൊരു ചരിത്രമാണ്. അവരുടെ ബ്ലഡിൽ, അവരുടെ ജീനിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ചരിത്ര ഗവേഷകർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൊലപാതകം, ഒരു വലിയൊരു കലാപം ഉണ്ടാവാണ്. അപ്പോൾ ഇവരിങ്ങനെ രാത്രി പൊക്കോണ്ടിരിക്കുകയാണ്. ഈ രാത്രി പൊക്കോണ്ടിരിക്കുന്ന ഈ ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് ഓപ്പോസിറ്റായിട്ട് കുറേ കലാപകാരികൾ സംഘടിച്ച് വന്ന് അവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ കുടമൺ പിള്ള ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ കുടമൺ പിള്ള ഇവരെ സഹായിക്കണം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇങ്ങോട്ടേക്ക് സാധനം കൊണ്ടുവരുന്നുണ്ട്, സമ്മാനം കൊണ്ടുവരുന്നുണ്ട്, അപ്പോൾ ഇന്ന് പറ്റിയ ദിവസമാണെന്ന് പറഞ്ഞ് അവർക്ക് മുമ്പേ കൂട്ടി ഇൻഫർമേഷൻ കൊടുത്ത് ഇവർ സംഘടിച്ച് വന്ന് ഈ 140 ബ്രിട്ടീഷ് പട്ടാളക്കാരെയും അതുപോലെ തന്നെ ഈ ഗിഫോർഡിനെയും കൊന്നുകളയുന്നു. എന്നിട്ട് പറയപ്പെടുന്നത് ഈ 140 ബ്രിട്ടീഷ് പട്ടാളക്കാരെയും ഗിഫോർഡിനെയും കൊന്നിട്ട് ഇവരുടെ തല വെട്ടിയെടുത്ത് തലയില്ലാത്ത ഇത്രയും ശവശരീരങ്ങൾ വാമനാപുരം നദിയിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്തു. ആ ഡംപ് ചെയ്ത സ്ഥലത്തിനെ കൊല്ലാപ്പുഴ എന്നാണെന്ന് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് എന്നിട്ട് ഈ തല അവർ കൊണ്ടുവന്നിട്ട് ആറ്റിങ്ങൽ റാണിയുടെ കൊട്ടാരത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ടു. എന്തിനാണ്? ആറ്റിങ്ങൽ റാണിക്ക് രാവിലെ കണി കാണാൻ കൊണ്ടുവന്നിട്ടു. ഇതൊക്കെ ആറ്റിങ്ങലിൽ നമ്മൾ ചെന്ന് ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആറ്റിങ്ങലിരുന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് നമുക്കിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, അവർ കച്ചവടത്തിന് വന്നവർ റൂളേഴ്സായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്തുണ്ടായി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം കൂടിയുണ്ട്. അതിങ്ങനെയാണ്, അതായത് ഈ കലാപകാരികൾ ഇവരെ കൊന്ന് ഒടുക്കിയതിന് ശേഷം ഇവർ നേരെ അടുത്ത് വരുന്ന എങ്ങോട്ടാണ്? ഈ പറയുന്ന കോട്ടയിലേക്കാണ്. കോട്ടയിലുണ്ടായിരുന്ന ആളുകളൊക്കെ, അതായത് ബ്രിട്ടീഷുകാരൊക്കെ ഇവരുടെ ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ അവിടെ നിന്ന് ഭയന്നോടി. ഈ കലാപകാരികൾ പിന്നെ എന്ത് ചെയ്തു? ഈ പറയുന്ന കോട്ട പിടിച്ചെടുത്തു. നല്ലൊരു ചോദ്യമാണ്. കലാപകാരികൾ കോട്ട പിടിച്ചെടുത്തു. അടുത്ത് കേൾക്കുക, ഈ കോട്ട ഈ പറയുന്ന കലാപകാരികൾ 6 മാസക്കാലത്തോളം കയ്യിൽ വെച്ചിരുന്നു. ദേ സീസ് the lasted for 6 months എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത റിബല്യൻ ended when the English and reinforcement arrived from തലശ്ശേരി എന്നാണ്. തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ ബ്രിട്ടീഷ് പട്ടാളക്കാർ എത്തിയിട്ടാണ് ഈ കോട്ട മോചിപ്പിച്ചത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ശരിക്കുമുള്ള കഥ. കാരണം ആറ്റിങ്ങൽ റാണിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്ന് തന്നെയാണ് ഈ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് പ്രദേശവാസികൾ കൊള്ളയടിക്കുന്ന സാഹചര്യം ഉണ്ടായി. കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഫോളോയിങ് ദ ഡിഫീറ്റ് ഓഫ് ദ റിബല്യൻ ആൻ എഗ്രിമെൻറ്റ് വാസ് മെയ്ഡ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ദ ക്യൂൻ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് according to the agreement, the Queen had to compensate the company for all losses incurred the attack എന്നാണ്. അതായത് ആറ്റിങ്ങൽ റാണി അതിനകത്ത് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ നഷ്ടങ്ങളെല്ലാം തരാം, ആറ്റിങ്ങൽ റാണി നൽകാമെന്ന് പറയുന്നുണ്ട്. ദ കമ്പനി റിസീവ്ഡ് എ മൊണോപ്പൊളി ഓൺ ദ പെപ്പർ ട്രേഡ് ആൻഡ് ഇറ്റ്സ് റൈറ്റ്സ് ടു എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രിയൽ പ്ലാൻസ് വെയർ ഇറ്റ് വാണ്ടഡ്. അതായത് അവർക്ക് ആവശ്യമുള്ളത് കുരുമുളകിൻ്റെ കുത്തകയാണ്. കുരുമുളകിൻ്റെ കുത്തക മാത്രമല്ല, അവർ ഇൻഡസ്ട്രിയൽ പ്ലാൻസും ഇൻഡസ്ട്രിയൽ പ്ലാൻസ് അവർക്ക് എവിടെ വേണമെങ്കിലും വ്യവസായ ശാലകൾ ആരംഭിക്കാനുള്ള അനുവാദം കൂടി ലഭിക്കുകയാണ്. ദ
company informed the king of its readiness to provide all possible assistance in suppressing the പിള്ള ആൻഡ് മാടമ്പി. അതായത് പിള്ളമാരെയും മാടമ്പിമാരെയും അടിച്ചൊതുക്കാനുള്ള അല്ലെങ്കിൽ ഒതുക്കാനുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസും, അതായത് ഇവർക്ക് സഹായങ്ങളും ആര് നൽകാം, കമ്പനി നൽകാമെന്നുള്ള ഒരു ചെറുത്തുനിൽപ്പൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന അനുസരിച്ച് ആറ്റിങ്ങൽ കലാപത്തിനെ കുറിച്ച് നമ്മൾ SCERTയിൽ നിന്ന് കുറച്ച് ഭാഗം കേൾക്കാൻ പോവാണ്. അത് ഒന്ന് വായിച്ചു തരാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പണ്ടകശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെ പട്ടാളക്കാരെ കൊല്ലുകയും 5 തെങ്ങ് പിടിച്ചെടുക്കുകയും ചെയ്തു. വൻതോതിലെ അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളുമാണ് ജനങ്ങളുടെ അമർഷത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. കൂടാതെ മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച ഇംഗ്ലീഷുകാരെ 1721 ഏപ്രിൽ 15 140 സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് റാണിക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പ്രദേശവാസികൾ ഇതിനെതിരെ തിരികെയും സൈന്യത്തെ നശിപ്പിച്ച് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് അത് ഏതിനെക്കുറിച്ചാണ്? ആറ്റിങ്ങൽ കലാപത്തിനെ കുറിച്ചാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴശ്ശി റിവോൾട്ടിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണേ? ഓരോ കണ്ടന്റായിട്ട് പഠിക്കാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നമുക്ക് പഴശ്ശി കലാപം എന്താണെന്നുള്ളത് SCERTയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓരോ കണ്ടന്റായിട്ട് ഞാൻ നിന്ന് വെക്കുകയാണ് കേട്ടോ. നോക്കാം. വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. അതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്ന് വ്യവസ്ഥയുണ്ടാക്കി. എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലാതോടെ സ്ഥിതി ആകെ മാറി. കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരുടെ വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട് രാജാവ് വീരവർമ്മനെയാണ് ഏൽപ്പിച്ചത്. ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കുമിടയിൽ സംഘർഷം ഉടലെടുത്തു. അപ്പോൾ പഴശ്ശി കലാപത്തിൽ നമ്മൾ കേൾക്കുന്ന മെയിൻ കണ്ടന്റ് ഈ കാണുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, കണ്ടന്റിലേക്ക് വരാം. ദ മോർ സീരിയസ് റിവോൾട്ട്സ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ വെയർ ഓർഗനൈസ്ഡ് ബൈ കേരളവർമ്മ പഴശ്ശിരാജ ഓഫ് കോട്ടയം റോയൽ ഫാമിലി എന്നിവിടെ പറയാണ്. ശ്രദ്ധിക്കുക, കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹത്തിൻ്റെ മുഴുവനായി നമ്മൾ വീരകേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇദ്ദേഹം കോട്ടയം രാജകുടുംബത്തിൽ പെട്ടെന്ന്, കോട്ടയം രാജകുടുംബം എന്നാണെങ്കിൽ പോലും കോട്ടയം രാജവംശം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം കോട്ടയം എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, ഇന്ന് ജില്ലയായിട്ടുള്ള സ്ഥലം. അതെടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ള ശരിയാണ് ആദ്യകാലത്ത്. പിന്നീട് തിരുവിതാംകൂറിൽ ലയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ലയിക്കുന്നതല്ല, പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. എന്നാൽ ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇത് ഈ കാണുന്ന കോട്ടയല്ല, ഇത് വടക്കേ മലബാറിലാണ്. വടക്കാണ്, കേരളത്തിൻ്റെ വടക്ക് കണ്ണൂർ വരുന്ന ഭാഗത്താണ് ഈ പറയുന്ന കോട്ടയം രാജവംശം ഉണ്ടായിരുന്നത്. അതിൽ ഇളമുറ തമ്പുരാൻ്റെ പേരാണ് വീരകേരളവർമ്മ പഴശ്ശി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അടുത്തത് കോട്ടയം ഡൈനാസ്റ്റി. ദ കോട്ടയം ഡൈനാസ്റ്റി വാസ് ദ ലീനേജ് ഓഫ് പഴശ്ശി രാജ എന്ന് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. കോട്ടയം ഡൈനാസ്റ്റി, ഞാൻ പറഞ്ഞു കോട്ടയം രാജവംശമാണ് ഈ പറയുന്ന അനുസരിച്ച് തലശ്ശേരി കണ്ണൂരിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലീനേജ് ആണ് ഇതിനകത്ത് രാജവംശമായിട്ട് പറയുന്നത്. ഹി ബിലോങ്ഡ് ടു ദ പടിഞ്ഞാറേ കോവിലകം ബ്രാഞ്ച് ഓഫ് ദ കോട്ടയം ഡൈനാസ്റ്റി. അതായത് പടിഞ്ഞാറേ കോവിലകം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരാണ് പടിഞ്ഞാറേ കോവിലകം, കണ്ണൂരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം. അപ്പോൾ ഇത് പടിഞ്ഞാറേ കോവിലകം എന്ന് വെച്ചാൽ കോട്ടയം രാജവംശത്തിൻ്റെ പടിഞ്ഞാറേ കോവിലകം, അവിടെയാണ് പഴശ്ശി ഉള്ളത് എന്നുള്ളത് പറയുന്നു. അടുത്തത് പഴശ്ശി രാജ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ബ്രിട്ടീഷ് റെക്കോർഡ് ആസ് പൈച്ചി രാജ ആൻഡ് കെട്ടിയോട്ട് രാജ എന്നാണ്. പഴശ്ശി രാജയെ നമ്മൾ ബ്രിട്ടീഷ് റെക്കോർഡുകളിൽ കേൾക്കുന്ന പേരാണ് പൈച്ചി രാജ, അതുപോലെ തന്നെ കെട്ടിയോട്ട് രാജയും.
പ്രീവിയസ് ചോദ്യങ്ങളാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ചും അതുപോലെ തന്നെ പഴശ്ശി രാജയെക്കുറിച്ചും നമ്മൾ ക്ലാസ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെട്ടിയോട്ട് രാജ ആരാണ്, പഴശ്ശി രാജ ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുകാരുടെ ഹിസ്റ്ററിയിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പേരാണ്. അടുത്തത് കെട്ടിയോട്ട് രാജ, ദ നെയിം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ആംഗ്ലിസൈഡ് വെർഷൻ ഓഫ് കോട്ടയം എന്നാണ്. അതായത് ആംഗ്ലിസൈഡ് വെർഷൻ ഓഫ് കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷുകാർ അവരുടെ രീതിയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ചരിത്രത്തിൽ നമ്മൾ പറയുന്ന പേരാണ് കെട്ടിയോട്ട് രാജ എന്ന് പറയുന്നത്. ഇതേപോലെ അടുത്ത പേരുണ്ട് പഴശ്ശി രാജ. ദിസ് നെയിം വാസ് യൂസ്ഡ് ഇൻ എയർലി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡോക്യുമെന്റ്സ്. അതായത് ആദ്യകാലത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡോക്യുമെന്റ്സിനകത്താണ് ഏത് വരുന്നത്, ഈ പഴശ്ശി രാജ എന്നൊക്കെ ഉള്ള പേരുകൾ കടന്നു വരുന്നത്. അപ്പോൾ കെട്ടിയോട്ട് രാജയാണെങ്കിലും പഴശ്ശി രാജയാണെങ്കിലും പഴശ്ശി രാജയാണെങ്കിലും വീരകേരളവർമ്മ പഴശ്ശി ആണെങ്കിലും എല്ലാം ഒരാളാണ്. കോട്ടയം രാജ്യമല്ല, രാജവംശമാണ്, കോട്ടയം ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് വൈൽ മെനി അതർ റോയൽ ഫാമിലി സൗട്ട് റെഫ്യൂജ് ഇൻ തിരുവനന്തപുരം ഫിയറിംഗ് അറ്റാക്ക് ഫ്രം ഹൈദർ അലി, ദ യങ് പഴശ്ശി രാജ ഫോർട്ട് അഗെയിൻസ്റ്റ് എനിമി ഇൻ ദ ഫോറസ്റ്റ് ഓഫ് കോട്ടയം എന്ന് ഇവിടെ പറയുന്നുണ്ട്. വൈൽ മെനി അതർ റോയൽ ഫാമിലി സോട്ട് റെഫ്യൂജീസ് ഇൻ തിരുവനന്തപുരം. അതായത് ഇവിടെ ഹൈദർ അലിയുടെ ആക്രമണ സമയത്ത് പല ആളുകളും തിരുവനന്തപുരത്തേക്ക് എന്ത് ചെയ്തു, ഒളിച്ചോടി അല്ലെങ്കിൽ അഭയാർത്ഥികളായ പോലെ അവിടെ പോയി എന്ത് ചെയ്തു, അഭയം ചോദിച്ചപ്പോൾ രാജാവായിരുന്ന യങ് പഴശ്ശി, അതായത് പഴശ്ശി രാജ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ഈ കോട്ടയത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പല കാടുകളിലും പോരാടിയിട്ടുള്ള ഒരു ചരിത്രം കൂടി ഇദ്ദേഹത്തിനുണ്ട്. ഹി പ്രൊവൈഡഡ് നെസസറി അസിസ്റ്റൻറ്റ് ടു ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് മൈസൂർ എന്ന് പറയാണ്. അതായത് ഇവിടെ പറഞ്ഞിങ്ങനെയാണ്, ഡിസ്ട്രക്ഷൻ ഓഫ് മൈസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയോടൊപ്പം നിന്നുകൊണ്ട് ആർക്കെതിരെ പോരാടി, മൈസൂറിനെതിരെ പോരാടിയത് ആരാണ്, പഴശ്ശിയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദ മെയിൻ മോട്ടീവ് ബിഹൈൻഡ് ഹിസ് സപ്പോർട്ട് ഫോർ ദ കമ്പനി വാസ് എൻഡ് ടു മൈസൂർസ് ഡോമിനേഷൻ ഓഫ് ഫ്രീ ഓഫ് കോട്ടയം എന്നാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കോട്ടയത്തിനെ ഫ്രീ ആക്കുക, കോട്ടയത്തിന് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, മൈസൂരിൻ്റെ പിടിയിൽ നിന്ന് എന്ത് ചെയ്യുക, മോചിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടൊപ്പം ആര് നിലകൊണ്ടത്, അത് പഴശ്ശി നിലകൊണ്ടത് എന്നുള്ളത് ഇതിനകത്ത് നിന്ന് പറയുന്നുണ്ട്. അടുത്തത് മലബാർ വാസ് സീഡഡ് ടു ദ ബ്രിട്ടീഷ് അണ്ടർ ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ഇൻ 1792 ഫോളോയിങ് ദ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. അപ്പോൾ ഇവിടെ പറയുന്ന അനുസരിച്ച് ഇങ്ങനെയാണ്, മൂന്നാം ആംഗ്ലോ മൈസൂർ വാറിൻ്റെ ഭാഗമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായി. 1792 ശ്രീരംഗപട്ടണത്ത് വെച്ച് ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടി ഉണ്ടായിട്ടുള്ളത് കോൺവാലിസും ടിപ്പു സുൽത്താനും തമ്മിലാണ്. കോൺവാലിസും ടിപ്പു സുൽത്താനും തമ്മിലുണ്ടായ ഉടമ്പടി പ്രകാരം മലബാർ ആർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മലബാർ വിട്ടുകൊടുക്കുകയാണെന്ന് വെച്ചാൽ മലബാറിൻ്റെ ഭാഗമാണ് ഈ പഴശ്ശിയുടെ ഏത് കോട്ടയം രാജ്യവും രാജവംശവും ഒക്കെ വരുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ്. അടുത്ത് കേൾക്കുക, പഴശ്ശി രാജ ലെഡ് ടു 2 മേജർ റിവോൾട്ട്സ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അതായത് പഴശ്ശി രാജ ഏതൊക്കെ കലാപങ്ങളാണ് നയിച്ചതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറയുന്നത്, ആദ്യ പഴശ്ശി കലാപം 1793-97, രണ്ടാം കലാപം അത് 1800-1805. ഹിസ് കോൺഫ്ലിക്റ്റ് വിത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ് നോൺ ആസ് ദ കെട്ടിയോട്ട് വാർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ യുദ്ധങ്ങളെ നമ്മൾ അല്ലെങ്കിൽ ഈ കലാപങ്ങളെ നമ്മൾ വിളിക്കുന്നത് കെട്ടിയോട്ട് യുദ്ധങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്തിൽ കൊടുത്തിരിക്കുന്നത്, രേഖകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1792 ആംഗ്ലോ മൈസൂർ വാറിൻ്റെ ഭാഗമായിട്ട് ശ്രീരംഗപട്ടണ ഉടമ്പടി മൂന്നാം യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായത്. 2 കലാപങ്ങൾ പഴശ്ശി നയിച്ചിട്ടുണ്ട്. ഒന്നാം കലാപം 1793-97, രണ്ടാം കലാപം 1800-1805. കോൺഫ്ലിക്റ്റ് നമ്മൾ ഈ കലാപങ്ങളെ ഈ ഇംഗ്ലീഷുകാരുടെ ചരിത്രത്തിൽ പറയുന്നത് കെട്ടിയോട്ട് യുദ്ധങ്ങൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പഴശ്ശി കലാപത്തിനെ കുറിച്ചാണ് ഇനി ക്ലാസ് പഠിക്കാൻ പോകുന്നത്. നോക്കാം, ഫസ്റ്റ് പഴശ്ശി കലാപം ഉണ്ടായ വർഷം 93-97. ദ പ്രൈമറി കോസ് ഓഫ് ദ ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട് വാസ് ദ മിസ്റ്റേക്കൺ റവന്യൂ പോളിസി ഓഫ് ദ ബ്രിട്ടീഷ് എന്നാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള നികുതി നയങ്ങളായിരുന്നു പ്രധാനപ്പെട്ട റീസൺ, തെറ്റായ നികുതി നയങ്ങൾ. ദ റൂളേഴ്സ് ഓഫ് മൈസൂർ ഹാഡ് കളക്റ്റഡ് ദെയർ റവന്യൂ ഡയറക്റ്റ് ഫ്രം ദ
കൾട്ടിവേറ്റേഴ്സ് ത്രൂ ദെയർ ഒഫീഷ്യൽസ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ദ റൂളേഴ്സ് ഓഫ് മൈസൂർ ഹാഡ് കളക്റ്റഡ് ദ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൈസൂരിലുള്ള റൂളേഴ്സ് അവർ ഈ നികുതി പിരിച്ചിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഡയറക്റ്റ് ഫ്രം ദ കൾട്ടിവേറ്റേഴ്സ്, അതായത് കൃഷിക്കാരിൽ നിന്ന് നേരിട്ടാണ്. The British reversed this policy and farmed out the collection of revenue from different rajas from lump sums എന്നാണ്. അതായത് വേറൊന്നുമില്ല, ഏതൊക്കെ ഏരിയ ഉണ്ടോ ആ ഏരിയയിലുള്ള തദ്ദേശ ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ നികുതി മേടിക്കുക. അപ്പോൾ അവർ നികുതി പിരിക്കും, ആ നികുതിയിൽ നിന്ന് ഇത്ര നികുതി ആരിലേക്ക് അടയ്ക്കുക, ബ്രിട്ടീഷുകാരിലേക്ക് അടയ്ക്കുക എന്നുള്ളതാണ്. അടുത്തത് രാജാസ് ഫെയിൽഡ് ടു കളക്ട് റവന്യൂസ് ഇൻ ദ ഫേസ് ഓഫ് ഓർഗനൈസ്ഡ് ഓപ്പോസിഷൻ ഫ്രം ദ പീപ്പിൾ. അതായത് ഇവിടെ ഈ തദ്ദേശ ഭരണാധികാരികൾ ഈ നികുതി സ്വീകരിക്കണമെന്ന് പറഞ്ഞല്ലോ, നികുതി പിരിക്കണം. ആ നികുതി പിരിച്ചെടുക്കുമ്പോൾ ആ നികുതി ഇവിടെ പിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളെല്ലാം കൂടെ അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യാണ്, അവർ സംഘടിച്ച് നിൽക്കുകയാണ്, നികുതി കൊടുക്കില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ തെറ്റായ നികുതി നയങ്ങളാണ് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുമ്പോൾ അത് മൈസൂർ രാജ്യത്തിലുണ്ടായിരുന്ന ആളുകൾ ചെയ്തതുപോലെയല്ല ഇവിടെ ഉണ്ടായിരുന്നത് എന്ന്. എന്നാൽ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരു റവന്യൂ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാജാക്കന്മാർക്ക് സാധിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടായി. ദ പീപ്പിൾ റെസിസ്റ്റഡ് ദ അറ്റംപ്റ്റ്സ് അറ്റ് ഫോഴ്സിബിൾ കളക്ഷൻ ആൻഡ് ദ ചലഞ്ചഡ് ബ്രിട്ടീഷ് അതോറിറ്റി എന്നാണ്. അതായത് ഇവിടെ ഇങ്ങനെ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നോക്കുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നികുതി കൊടുക്കുന്നില്ല. നികുതി കൊടുക്കാത്ത സാഹചര്യം വന്നപ്പോൾ അതെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരെ ചലഞ്ച് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പഴശ്ശിരാജ ഹാഡ് ഹെൽപ്ഡ് ദ ഇംഗ്ലീഷ് in their campaigns against Tipu. However, after Tipu's withdrawal, the company's official ignored him and leased Kottayam in 1793 for 1 year to his uncle, the Kurumbaranad Raja. The action was deeply resented by the people of Kottayam, who held Keralavarma in high esteem. ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഴശ്ശിരാജ ഇംഗ്ലീഷുകാരെ സഹായിച്ചു. ആർക്കെതിരെ? ടിപ്പു സുൽത്താനെതിരെ. ടിപ്പു സുൽത്താൻ്റെ പിൻവാങ്ങൽ എന്നുണ്ടായി 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം 1793 ഈ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പർനാടൻ രാജാവിന് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ നികുതി പിരിക്കാനുള്ള അവകാശം പാട്ടമായിട്ട് കൊടുത്തു. അതെങ്ങനെ കൊടുത്തു? 1 ഇയറിലേക്ക് ലീസായിട്ട് എന്ത് ചെയ്തു, കൊടുത്തു എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പഴശ്ശിയെ മാത്രമല്ല, പഴശ്ശിയെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അവിടെയുള്ള തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾ അതിന് എന്ത് ചെയ്യാൻ പോയില്ല, അംഗീകരിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. ദ പഴശ്ശി രാജ ഒബ്ജക്റ്റഡ് ദ അറേഞ്ച്മെന്റ്സ് മെയ്ഡ് ബൈ ദ കമ്പനി ആൻഡ് ഫൺഫോൾഡ് ദ ബാനർ ഓഫ് റിവോൾട്ട് അഗെയിൻസ്റ്റ് കമ്പനി ആൻഡ് ഹിസ് അങ്കിൾ. അതായത് പഴശ്ശി ഇതുവരെയുള്ള കമ്പനിയുടെ എല്ലാ പോളിസികളെയും അറേഞ്ച്മെൻറ്റ്സിന് ക്രമീകരണങ്ങളെയും എപ്പാടെ എന്ത് ചെയ്തു, എതിർക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന അമ്മാവനായ കുറുമ്പർനാടനെയും ബ്രിട്ടീഷുകാർക്കെതിരെയും ശക്തമായിട്ടൊരു കലാപത്തിനുള്ളൊരു ആഹ്വാനം, കലാപക്കൊടി ഉയർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹീ സ്റ്റോപ്പ്ഡ് ഓൾ കളക്ഷൻ റവന്യൂ ഇൻ കോട്ടയം. അതായത് പഴശ്ശി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നികുതി പിരിവിനെ എന്ത് ചെയ്തു, തടഞ്ഞു. ഇനി ഇവിടെ നികുതി കൊടുക്കണ്ട എന്ന് ആഹ്വാനം ചെയ്തു. നോക്കുക, He stopped all collection of revenue in Kottayam. The commissioners regarded Pazhassi Raja as the most intractable and unreasonable of all the Rajas and took all measures to bring about his subjections എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്ന അനുസരിച്ച് പഴശ്ശിരാജ കംപ്ലീറ്റ് നികുതി എന്ത് ചെയ്തു, കോട്ടയത്ത് അവസാനിപ്പിക്കുന്നു. നികുതി അവസാനിപ്പിക്കുന്നു വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷ് കമ്മീഷണർമാർ പഴശ്ശിയെ വിശേഷിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു കാലത്ത് പഴശ്ശി എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ദ മോസ്റ്റ് ഇൻട്രാക്റ്റബിൾ ആൻഡ് അൺറീസണബിൾ ഓഫ് ഓൾ ദ രാജാസ് എന്നാണ്. ഇവിടെ പറഞ്ഞ അനുസരിച്ച് മോസ്റ്റ് ഇൻട്രാക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഒട്ടും യുക്തിയില്ലാത്ത, അല്ലെങ്കിൽ യുക്തിയില്ലാത്തത് മാത്രമല്ല
ഈ പറയുന്ന അനുസരിച്ച് ഈ പറയുന്നതിൽ ഏറ്റവും ദുഷ്ടനായ ഭരണാധികാരിയും ആരാണ്? ഈ രാജാവാണ്. അപ്പോൾ രാജാവിനെ എന്ത് ചെയ്യാൻ വേണ്ടി കീഴ്പ്പെടുത്താനുള്ള എല്ലാ രീതിയിലുള്ള സബ്ജക്ഷൻസും ആരംഭിക്കുകയാണ് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ഇൻ ദ മീൻ ടൈം ദ കുറുമ്പ്രനാട് രാജാസ് ലീസ് വാസ് renewed for 5 years in open defiance and പഴശ്ശി രാജാസ് വിഷസ് ആൻഡ് their revolt took a violent turn എന്നാണ് ഇവിടെ പറയുന്നത്. ഈ കാര്യങ്ങൾ നടത്തുന്ന ഒരു സെയിം കാലയളവിൽ തന്നെ, ആ കാലയളവിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടാവുകയാണ്. ഒരു വർഷം ഉണ്ടായിരുന്ന ലീസ് എഗ്രിമെൻറ്റ് അമ്മാവനായ കുറുമ്പ്രനാടന് ബ്രിട്ടീഷുകാർ 5 വർഷത്തേക്ക് കൂടെ നീട്ടിക്കൊടുത്തു. അപ്പോൾ ഇതാണ് മെയിൻ റീസൺ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഴശ്ശി കലാപത്തിൽ മെയിൻ റീസൺ ആയിട്ട് കണക്കാക്കുന്നത്. ദ രാജ സ്റ്റോപ്ഡ് ഓൾ കളക്ഷൻ ഓഫ് റവന്യൂ ഫ്രം കോട്ടയം ഓൺ ജൂൺ 28, 1795 ആൻഡ് ഓപ്പൺലി ചലഞ്ചഡ് British authority in April 1795. A contingent of British troops under Lieutenant Gordon made an attempt to seize Rajas at his palace in പഴശ്ശി. ഇവിടെ പറയുന്ന അനുസരിച്ച് പഴശ്ശി രാജ എന്നാണ് ഈ നികുതി കംപ്ലീറ്റ് നിർത്തിവയ്പ്പിച്ചത്? 1795 ജൂൺ 28 എന്നിട്ട് ബ്രിട്ടീഷുകാരെ പരസ്യമായി വെല്ലുവിളിച്ചത് അതെന്നാണെന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 1795 എ കോണ്ടിജന്റ് ഓഫ് ബ്രിട്ടീഷ് ട്രൂപ്സ് അണ്ടർ, അതായത് ബ്രിട്ടീഷുകാരുടെ ഒരു സംഘം ആരെ ഇദ്ദേഹത്തിനെ പിടിക്കാനായി, അതായത് പഴശ്ശിയെ പിടികൂടാനായി എങ്ങോട്ടേക്ക് വന്നു? ഈ പാലസിലേക്ക് വന്നു എന്നുള്ളത് ഇവിടെ പറയാണ്. ഇതാണ് ലെഫ്റ്റനന്റ് ഗോർഡൻ മേഡൻ അറ്റംപ്റ്റ്. അപ്പോൾ ലെഫ്റ്റനന്റ് ഗോർഡന്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് എത്തിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. എണ്ണ നികുതി നിർത്തിവെപ്പിച്ചു ജൂൺ 28, 1795. അടുത്തത്, എന്ന് പരസ്യമായി എതിർത്തു 1795 ഏപ്രിൽ. ആരെ എതിർത്തു? ബ്രിട്ടീഷുകാർ. ആരെതിർത്തു? പഴശ്ശി എതിർത്തു. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, പഴശ്ശി, ഈ പഴശ്ശി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ബ്രിട്ടീഷ് സംഘത്തിൻ്റെ തലവൻ ആര്? ലെഫ്റ്റനന്റ് ഗോർഡൻ. ആരാണ്? ലെഫ്റ്റനന്റ് ഗോർഡൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടിഞ്ഞാറേ കോവിലകത്തിലേക്ക് അവർ വരികയാണ് ചെയ്യുന്നത്. ബട്ട് കിങ് പഴശ്ശി മൂവ്ഡ് അവേ ഫ്രം ദ പാലസ് ആൻഡ് retreated to the mountains of വയനാട് where he resorted the guerrilla warfare എന്ന് ഇവിടെ പറയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പഴശ്ശി രാജാവ് ഈ സമയത്ത് നേരെ വയനാടൻ കാടുകളിലേക്ക് ചേക്കേറുകയും വയനാടൻ മലനിരകളിലേക്ക് പോവുകയും അവിടെ നിന്ന് ഗൊറില്ല യുദ്ധരീതിയിൽ പോരാടുകയും ചെയ്തു. അപ്പോൾ ഗൊറില്ല യുദ്ധരീതി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് കുഞ്ഞാലി മരക്കാർമാരുടെ കാലത്താണ്. അത് മറന്നു പോകരുത്, കുഞ്ഞാലി മരക്കാർമാരുടെ കാലത്ത്. അതിന് ശേഷമൊക്കെയാണ് പഴശ്ശി രാജ ആ ഒരു ടെക്നിക്ക് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അടുത്തത്, ഓൺ ഡിസംബർ 18, 1796 ദ ബ്രിട്ടീഷ് കമ്മീഷണേഴ്സ് ഇഷ്യൂഡ് എ പ്രൊക്ലമേഷൻ ഫോർബിഡിംഗ് പീപ്പിൾ കോർപ്പറേറ്റ് വിത്ത് പഴശ്ശി രാജ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് പഴശ്ശിയുമായിട്ട് ഒരു രീതിയിലും സഹകരിക്കരുത്, പഴശ്ശിയുമായി കലാപത്തിൽ ഏർപ്പെടുന്നവർക്ക് തക്കതായ ശിക്ഷ ഉണ്ടാവും എന്ന് കാണിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഓർഡർ ഇറക്കിയത് ഡിസംബർ 18, 1796 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തൊരു മെയിൻ സെൻറ്റർ ഓഫ് ദ ഫസ്റ്റ് പഴശ്ശി റിവോൾട്ടിനെ നമ്മൾ വിളിക്കുന്നത് പുരളിമല എന്നാണ്. അപ്പോൾ പുരളിമല എന്ന് നമ്മൾ വിളിക്കുന്നത് കണ്ണൂരിലുള്ളൊരു വലിയ ഒരു കാട് ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്, ആ മലയാണ്. അതിനെയാണ് ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കേന്ദ്രമായി കണക്കാക്കുന്നത്. ഇൻ ദ മീൻ ടൈം ദ രാജ എസ്റ്റാബ്ലിഷ്ഡ് എ കോണ്ടാക്ട് വിത്ത് ടിപ്പൂസ് മെൻ ബിയോണ്ട് ദ ബോർഡർ ആൻഡ് സോട്ട് ദ ഹെൽപ്പ് ഫ്രം മൈസൂർ ഇൻ ഡ്രൈവിംഗ് ദ ഇംഗ്ലീഷ് ഔട്ട് ഓഫ് വയനാട്. അതായത് ഈ ഒരു സെയിം കാലയളവിൽ തന്നെ ഈ പഴശ്ശി രാജ ടിപ്പുവിൻ്റെ പടയാളികളുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാക്കുകയും ഒരു കോണ്ടാക്ട് ഉണ്ടാക്കുകയും അത് മാത്രമല്ല വയനാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്നും ബ്രിട്ടീഷുകാരെ തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പരിപാടികളായിട്ട് മുമ്പിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഇൻ മാർച്ച് 1797 എ ബ്രിട്ടീഷ് ഫോഴ്സ് അണ്ടർ കേണൽ ഡോവ്. ഇവിടെ പറയുന്നത് 1797 ബ്രിട്ടീഷ് ഫോഴ്സ്, ആ ബ്രിട്ടീഷ് ഫോഴ്സിനെ അത് ലീഡ് ചെയ്തിരുന്ന ആളിൻ്റെ പേര് കേണൽ ഡോവ് എന്നാണ്. അപ്പോൾ കേണൽ ഡോവ് എന്നിവിടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കേണൽ ഡോവ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാർച്ച്ഡ് വിത്തൗട്ട് ഓപ്പോസിഷൻ ടു ദ പെരിയ പാസ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഈ പെരിയ ചുരത്തിലേക്ക് ആര് പോവാണ്? ഇവിടെ കേണൽ ഡോവിൻ്റെ ഒരു സംഘമായിട്ട് പോവാണ്. ഇവിടെ വേർ ഹി വാസ് ടു ബി ജോയിൻഡ്, ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? വേർ ഹി ഹാസ് ടു ബി ജോയിൻഡ് അനദർ കണ്ടിജന്റ് അണ്ടർ ലെഫ്റ്റനന്റ് മിലി.
ലെഫ്റ്റനന്റ് മില്ലിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പെരിയ ചുരത്തിലേക്ക് പോകുന്നു. ഇവിടെ നേരെ കേണൽ ഡോവിൻ്റെ ഒരു സംഘവും പോവാണ്. അപ്പോൾ ഈ രണ്ട് സംഘങ്ങൾ എവിടെ ഇങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? പെരിയ ചുരത്തിലേക്ക് പോവാണ്. പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ പഴശ്ശി എന്ത് ചെയ്യുക? തകർത്തെറിയുക. പഴശ്ശിപ്പടയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ ചുരത്തിലേക്ക് പോകുന്നത്. എന്താണെങ്കിലും ഇൻ ബാറ്റിൽ ഓഫ് ഫോർട്ട് ഓൺ 3 കോൺസിക്യൂട്ടീവ് ഡേയ്സ് ഫ്രം മാർച്ച് 9 to 11. ഇവിടെ പറയുന്നത് 3 ദിവസമുള്ള തുടർച്ചയായിട്ടുള്ള നിരന്തരമായ യുദ്ധം 3 ദിവസം നടക്കുകയാണ്. അത് 9 മുതൽ എന്ന് വരെയാണ്? 11 വരെയാണ്. ബ്രിട്ടീഷ് ഫോഴ്സസ് വെയർ ഓവർ പവേർഡ് ബൈ തൗസൻഡ്സ് ഓഫ് നായേഴ്സ് ആൻഡ് കുറിച്യാസ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇദ്ദേഹത്തിൻ്റെ അതായത് പഴശ്ശിയുടെ ആയിരക്കണക്കിന് വരുന്ന നായർ പടയും അതുപോലെ തന്നെ കുറിച്യ പടയും കൂടി ചേർന്നുകൊണ്ട് ഈ പറയുന്ന ഈ മിലിയുടെയും ഡോവിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘത്തിനെ തകർത്തെറിയുന്ന ഒരു സാഹചര്യം കൂടി നമുക്കവിടെ കാണാൻ സാധിച്ചു. എന്താണെങ്കിലും ഓൺ മാർച്ച് 18, 1797 എ കണ്ടിജന്റ് ഓഫ് 1,100 men under Major Cameron was ambushed and cut to pieces while making their way through the Peria Pass. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഡേറ്റ് ഒന്ന് നോക്കുക. ഇവിടെ മാർച്ച് 9 മുതൽ 11 വരെയാണ് ഈ സംഭവം നടക്കുന്നത്. 3 ദിവസം കൊണ്ട് അടിച്ച് തീർക്കാണ്. ഇത് കഴിഞ്ഞ് അടുത്ത് നോക്കുക, മാർച്ച് 18, 1797. ഈ പറയുന്ന സമയത്ത് മേജർ കാമറൂണിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വന്നു. ആ സംഘത്തിനെയും പെരിയ ചുരത്തിൽ വെച്ച് നമ്മൾ ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞ വെട്ടിക്കൂട്ടി എന്ന് പറയൂലേ, അതുപോലെ വെട്ടി എറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതോടുകൂടിയാണ് ശരിക്കും ഈ പറയുന്ന പഴശ്ശി കലാപത്തിൻ്റെ ഒരു തീവ്രത, 1ാം പഴശ്ശി കലാപത്തിൻ്റെ തീവ്രത അവർ അറിയുന്നത്. അടുത്തത് സിറ്റുവേഷൻ വാസ് ക്രിട്ടിക്കൽ ഫോർ ദ ബ്രിട്ടീഷ്, സോ മേക്കിംഗ് എ ട്രൂസ് വിത്ത് പഴശ്ശി രാജ ബിക്കം നെസസറി. അതായത് ഈ പഴശ്ശിയെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ വളരെ വലിയ, അതായത് ഇത്രയും വലിയൊരു കീഴടക്കൽ അല്ലെങ്കിൽ ഒരു തകർത്തെറിയൽ നടത്തിയിട്ട് നിൽക്കുകയാണ്. എന്നാൽ ബ്രിട്ടീഷുകാരാണെങ്കിലോ തകർന്ന് തരിപ്പണായി നിൽക്കുന്ന സാഹചര്യമാണ്. ഇവിടെ വെച്ച് പഴശ്ശിയുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ബ്രിട്ടീഷുകാർ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇവിടെ നോക്കുക, ഇത് നമ്മൾ SCERT നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, താവളം വയനാട്ടിലേക്ക് മാറ്റി, തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തു, ഒളിപ്പോര് നടത്തി. മക്കളെ, ഇതൊക്കെ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അതുകൊണ്ട് ഈ സമയത്ത് എടുത്ത് കാണിച്ചതാണ്, ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നോക്കുക, ട്രൂസ് വിത്ത് പഴശ്ശി രാജ എന്നാണ്. അപ്പോൾ പഴശ്ശി രാജയായിട്ട് ബന്ധപ്പെട്ട ഒരു മധ്യസ്ഥത ഉണ്ടാക്കാൻ, ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇറ്റ് വാസ് ചിറക്കൽ രാജ ഹു മീഡിയേറ്റഡ് ബിറ്റ്വീൻ പഴശ്ശി രാജ ആൻഡ് ബ്രിട്ടീഷ് എൻഡ് ടു ദ ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട് എന്നുള്ളതാണ്. ഇവിടെ ഇങ്ങനെയാണ്, ചിറക്കൽ രാജാവാണ് ഇതിന് മീഡിയേറ്റഡ്, അതായത് മധ്യസ്ഥത വഹിച്ചത് പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയിലേക്ക് എത്തിക്കാൻ. അതിലൊന്നാണ് ജൊനാഥൻ ഡങ്കൻ. ഈ പേര് മറക്കണ്ട, ജൊനാഥൻ ഡങ്കൻ. ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ബോംബെ ഗവർണറാണ്. ആര്? ജൊനാഥൻ ഡങ്കൻ. ബോംബെ ഗവർണറാണ് ജൊനാഥൻ ഡങ്കൻ. അടുത്തത് എൻറ്റേർഡ് ഇൻ ടു എ പീസ് എഗ്രിമെന്റ് വിത്ത് രാജ ഇൻ 1797. കീ എലമെന്റ്സ് ഓഫ് ദി എഗ്രിമെന്റ്സ് എന്ന് പറയാണ്. ഈ 1797 ഒപ്പുവെച്ചിരിക്കുന്നത് പഴശ്ശിയും അതുപോലെ ആര്? ജൊനാഥൻ ഡങ്കനുമായിട്ടാണ്. ജൊനാഥൻ ഡങ്കൻ ആരാണെന്ന് ചോദിച്ചാൽ ബോംബെയുടെ ഗവർണറാണ്. പഴശ്ശി ആരാണെന്ന് നമുക്കറിയാം. മധ്യസ്ഥത ഒപ്പുവെച്ചത്, അതിന് തയ്യാറെടുത്ത ആളിൻ്റെ പേര് ചിറക്കൽ രാജാവാണെന്ന് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് ഒപ്പുവെച്ച സ്ഥലം പനമരം കോട്ടയിൽ വെച്ചിട്ടാണ് എന്നുള്ളതും പറയാണ്. പ്രത്യേകിച്ച് പേരുകളൊന്നും ഈ എഗ്രിമെന്റിന് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അടുത്ത് നോക്കുക, അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ് ദ ബ്രിട്ടീഷ് ക്യാൻസൽഡ് ദെയർ ട്രീറ്റി വിത്ത് കുറുമ്പർനാട് രാജ. അതായത് ഈ എഗ്രിമെന്റ് പ്രകാരം, അതായത് ഇപ്പോൾ പഴശ്ശിയായിട്ട് ഒപ്പുവെച്ച എഗ്രിമെന്റ് പ്രകാരം കുറുമ്പർനാടിന് കൊടുത്തിരിക്കുന്ന അധികാരങ്ങൾ ആരൊഴിഞ്ഞു? ബ്രിട്ടീഷുകാരൊഴിഞ്ഞു. ദ ട്രീറ്റി പാർഡൻഡ് പഴശ്ശിരാജ. അതായത് ഇതിനകത്ത് പഴശ്ശിയോട് അവർ മാപ്പ് ചോദിക്കുകയാണ്. ആൻഡ് ദ കമ്പനി റിട്ടേൺഡ് ഹിസ് പ്രോപ്പർട്ടി ടു പഴശ്ശി എന്ന് പറയുമ്പോൾ അവർ ഈ പഴശ്ശിയെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറേ കോവിലകത്തേക്ക് പോയല്ലോ. ആ സമയത്ത് ഇവർ പിടിച്ചെടുത്ത മുഴുവൻ സാധനങ്ങളും ആർക്ക് കൊടുക്കാം? ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാം. അത് മാത്രമല്ല 8000 റുപ്പിക എല്ലാ വർഷവും, അതായത് എല്ലാ വർഷവും ആനം എന്ന് കൊടുത്തിട്ടുണ്ട്.
രാജ ആക്സെപ്റ്റഡ് എ പെൻഷൻ ഓഫ് RS ഇവിടെ ₹8,000 per annum and agreed to live in peace with the companies. His elder brother രവി വർമ്മ വാസ് മെയ്ഡ് ദ ഹെഡ് ഓഫ് കോട്ടയം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വ്യവസ്ഥ പ്രകാരം 8,000 രൂപ എല്ലാ വർഷവും മേടിച്ചിട്ട് എവിടെയെങ്കിലും സമാധാനത്തോടു കൂടി പോയി ഇദ്ദേഹത്തിന് ജീവിക്കാം. അത് കഴിഞ്ഞിട്ട് പറയാണ് ഇദ്ദേഹത്തിൻ്റെ എൽഡർ ബ്രദർ, ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനായ രവി വർമ്മയെ ഈ പറയുന്ന കോട്ടയത്തിൻ്റെ രാജാവായിട്ട് വാഴിക്കാം. ഇത്രയും കാര്യങ്ങൾ ഈ ഡങ്കനും പഴശ്ശിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയിൽ പറയുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനമായിട്ട് പറയുന്നത്, ഒന്ന്, പഴയ കുറുമ്പ്രനാടുമായിട്ടുള്ള എഗ്രിമെൻ്റ് ക്യാൻസൽ ചെയ്തു. ഇതിനകത്ത് രാജാവിനോട് ഒരു ക്ഷമ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, രാജാവിന് ഒരു പെൻഷൻ കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. രാജാവിൻ്റെ സഹോദരനെ കോട്ടയത്തിൻ്റെ അധികാരിയായിട്ട് വാഴിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, തീരുമാനമാകുന്നുണ്ട്. പഴശ്ശിയുടെ 1ാം കലാപത്തിനെ കുറിച്ചാണ്. നമുക്ക് 2ാം കലാപം സമഗ്രമായിട്ട് പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.